പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വല്ലാത്ത കാലത്താണ് ജീവിക്കുന്നത്. വളരെ നിർണായകരമായ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും സംഭവിക്കുന്നു. നമ്മൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ഉത്തമ ക്രൈസ്തവരായി കത്തോലിക്കരായി ജീവിക്കേണ്ടവരാണ്. ഞാൻ ഈ ദിവസങ്ങളിലെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു വന്നപ്പോൾ 80കളിൽ കാർഡിനൽ റാറ്റ്സിംഗർ, പിന്നീട് അദ്ദേഹമാണല്ലോ മാപ്പാപ്പ ആയത്, ബെനഡിക്റ്റ് മാപ്പാപ്പ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിന്റെ ഒരു ഭാഗം ഒരു പ്രവചനം പോലിരിക്കുന്നു. ഞാനത് തർജ്ജമ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. അധികം താമസിക്കാതെ കത്തോലിക്ക സഭയിലെ വൈദികർ വെറും സാമൂഹ്യ പ്രവർത്തകരായി രൂപാന്തരപ്പെടും. സുവിശേഷത്തിലെ കർത്താവിന്റെ സന്ദേശങ്ങൾ വെറും രാഷ്ട്രീയമായിട്ട് മാറും. എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നവരെ കരുതും എല്ലാം നശിച്ചുവല്ലോ, തകർന്നുവല്ലോ എന്ന്. അങ്ങനെ വേദനാജനകമായ നിമിഷം വരുമ്പോൾ കർത്താവിന്റെ സഭ പുനർജീവിക്കും. അത് ചെറുതായിരിക്കും, പാവപ്പെട്ടതായിരിക്കും, സ്വത്തില്ലാതെ. കാറ്റക്കൂമ്പ്, അത് ഭൂഗർഭാശയങ്ങളിൽ ജീവിച്ചിരുന്ന ആ അവസ്ഥയായിരിക്കും. എന്നാൽ അവർ അതിവിശുദ്ധർ ആയിരിക്കും. ലോകത്തിലെ താൽപര്യങ്ങൾ അനുസരിച്ച് ലോകത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സഭയായിരിക്കില്ല അത്. പിന്നെയോ സത്യമായും യേശുക്രിസ്തുവിൽ ആഴമായി വിശ്വസിച്ച് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. ഈ ചെറിയ ഗ്രൂപ്പായിരിക്കും ലോകത്തെ മുഴുവനും വീണ്ടും പ്രചോദിപ്പിക്കുന്നതും വീണ്ടും ഒരു നവീകരണത്തിലൂടെ ഒരു പുതിയ സഭയെ കെട്ടിപ്പടുത്ത് ഉയർത്തുന്നതും. പുറമേ നോക്കിയാൽ ഈ അവശേഷിക്കുന്ന ഭാഗം ചെറുതായിരിക്കും. ആരും അതിനെ കണ്ടുവെന്ന് വെക്കില്ല. ഇൻസിഗ്നിഫിക്കന്റ്. ആരും അത് നോക്കിയാൽ ആർക്കും ഇഷ്ടമില്ലാത്തവർ, അഥവാ എല്ലാവരാലും വേട്ടയാടപ്പെടുന്നവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ, പണമില്ലാത്തവർ, പാവപ്പെട്ടവർ ഒക്കെയായി അവർ ആരാലും ഗൗനിക്കപ്പെടാത്തവരായിത്തീരും, മാനിക്കപ്പെടാത്തവരായിത്തീരും. എന്നാൽ അവർ ദൈവത്തിന്റെ ശക്തിയാൽ അതിശക്തരായിരിക്കും. അവരെ ആർക്കും കീഴ്പ്പെടുത്താനാവില്ല, അവരുടെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും. ഇതാണ് ദൈവത്തിന്റെ വഴി. ചെറിയൊരു ഗ്രൂപ്പിലാണ് എപ്പോഴും തിന്മയെ അതിജീവിക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏകദേശമായ ഒരു തർജ്ജിമയാണ് തന്നത്. ഞാൻ ധ്യാനിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് വൈദിക ജീവിതം, ഞങ്ങളുടെ ജീവിതം, അതായത് അതിനകത്ത് മാപ്പാപ്പായും അതുപോലെ മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം സഭയുടെ അധികാരികൾ ഒരു രാഷ്ട്രീയ തലത്തിലേക്കല്ലേ പോയിരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ അത് വിമർശനമായിട്ട് മാറി ഞാൻ പറയുന്നില്ല. ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ ഏത് പാർട്ടിയോട് പോണം? യേശുവിന്റെ പാർട്ടി ആകാനോ യേശുവിന്റെ സ്നേഹത്തിലാക്കാനുള്ള ആഗ്രഹമോ ചിന്തയോ ഒന്നുമില്ല. നമുക്കറിയാം. എത്രയോ തവണ ഞാൻ പറഞ്ഞു, നമുക്കൊരു ക്രിസ്തീയ പാർട്ടി, സ്നേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളുകൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നിലനിർത്താനായിട്ട് ഏത് പാർട്ടിയാണ് നല്ലത്? അപ്പോൾ ഈ സോഷ്യൽ വർക്കാണ് പ്രധാനപ്പെട്ടത്. സ്കൂള്, കോളേജ്, അല്ലെങ്കിൽ അനാഥശാലകൾ, ഇങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപന താല്പര്യത്തിൽ ആണ് ഇന്ന് വൈദികർ മുഖ്യരും താല്പര്യം കാണിക്കുന്നതും അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നതുമെന്നത് സത്യമാണ്. ഇനി കർത്താവിന്റെ സന്ദേശം ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളതായി മാറുമെന്ന് എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയത്തോട് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾ കഴിയുന്നത് എന്ന് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, കർത്താവിന്റെ ആ വചനത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാതെ ഇനിയും
എല്ലാം തകർന്നു എന്നൊരു തോന്നൽ ഇന്ന് നമ്മൾ പലർക്കും ഉണ്ട്. നമുക്കറിയാം മൂല്യങ്ങൾ, അതെ, മൂല്യച്ചോർച്ച, അല്ലെങ്കിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. അത് നമുക്കെല്ലായിടത്തും കാണാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളിലും, സഭയിലും, ക്രിസ്ത്യാനികളിലും, ഹിന്ദുക്കളിലും എല്ലാം മൂല്യ തകർച്ച. ഇനിയും നമുക്ക് തോന്നിപ്പോകുന്ന എല്ലാം തീർന്നു. മതവും തീർന്നു, സഭയും തീർന്നു, ദൈവവും തീർന്നു. എന്തിന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, എന്തിനു പള്ളിയിൽ പോകണം, എന്ത് അമ്പലത്തിൽ പോകണം, അല്ലെ മോസ്കിൽ എന്തിനു പോകണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഏറെപ്പേടെ മനസ്സിൽ കൂടി പോകുന്ന ഒരു കാലഘട്ടം ആണ്. ഇനി പറയാണ്, കർത്താവിന്റെ സമയത്ത് എല്ലാത്തിനും ഒരു സമയം കർത്താവിനുണ്ട്. ഇൻ ഹിസ് ഓൺ ടൈം പറയാണ്, സഭ പുതിയതായി ജനിക്കും. ഹല്ലേലൂയ. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു ആഗോള സുവിശേഷ പ്രഘോഷകനാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നത്. എന്റെ സന്യാസ സഭ അതിനായിട്ട് എന്നെ മാറ്റി നിർത്തി. എന്റെ മുഖ്യ സമയവും കേരളത്തിന് വെളിയിലാണ്, ഭാരതത്തിന് വെളിയിലാണ്. ഞാൻ കാണുന്നത്, മറ്റുള്ളവർ പറയും ഇവിടുത്തെ സഭ നശിച്ചു എന്ന്. ഞാൻ പറയില്ല. ഞാൻ കാണുന്നത് അത് നല്ലൊരു ഗ്രൂപ്പ് അതിതീഷ്ണമായിട്ട് കർത്താവിൽ വിശ്വസിച്ച് വളരുന്നു. അനുദിനം വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവർ, കുടുംബത്തെ പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നവർ, എന്നും പള്ളിയിൽ പോയി ദിവ്യബലി സംബന്ധിക്കുന്നവർ, ബൈബിൾ വായിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നവർ, പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്നവരെ എല്ലാം ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞത്, ഈ റിവൈവൽ, ഈ പുനർജീവിതം സഭയുടേത് ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും അദ്ദേഹം പറയാണ്, ഇത് ചെറുതായിരിക്കും. അതായത് ആ കറ്റക്കുമ്പഴ ഭൂഗർഭാരേസിൽ അത് ജീവിച്ചപ്പോഴത്തെ പോലെ ആയിരിക്കും. അതായി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഹെബ്രായ അധ്യായം 12 അവസാനം, നല്ലതായി യേശുവിന്റെ ഹിതമനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ലോകത്തിന് വേണ്ടാത്ത കാലം വരുന്നു. അവരെ സ്വീകരിക്കാൻ ലോകത്തിന് അർഹതയില്ല. അതുകൊണ്ട് അവര് ഗുഹകളിലും അവിടെയും ഇവിടെയും ഓടി നടക്കും, അഭയാർത്ഥികളായിട്ട്, ആർക്കും വേണ്ടാത്തവരായിട്ട്, എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവരായിട്ട് ഓടി നടക്കും എന്ന് പറയാണ്. അവരായിരിക്കും അടുത്ത പുതിയ സഭയുടെ, കർത്താവിന്റെ പുതിയ സഭയുടെ ജനനത്തിന് കാരണക്കാരാകാൻ പോകുന്നത്, അപ്പസ്തോലന്മാരാകാൻ പോകുന്നത് എന്ന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പറയാണ്, അവർ ജീവിക്കുന്നത് ലോകത്തെ പ്രീതിപ്പെടുത്താനായിരിക്കില്ല. നാം ഇനി നോക്കിയാൽ എല്ലായിടത്തും കാണുന്നത് എന്താണ്? ലോകത്തെ പ്രീതിപ്പെടുത്താൻ. സുവിശേഷ പ്രഘോഷണമാണെങ്കിലും അതാണ്. കാരണം രോഗശാന്തി കിട്ടിയാലേ ആള് കൂടൂ. പ്രവാസികൾക്കൊക്കെ അല്ലെ പുറത്തു പോകുന്നവർക്ക് വീസ കൊടുക്കുകയാണെങ്കിലേ ആള് കൂടൂ. അപ്പൊ ഈ ഭൗമിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വെച്ചാല് ധ്യാനാശ്രമങ്ങളാലും ആള് വരും. അച്ഛന്മാരുടെയൊക്കെ പ്രസംഗം കേൾക്കാനും വരൂ. അങ്ങനെ ആ ലോകത്തെയും ലൗകികായതയും മുൻനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് ഇന്ന് ക്രിസ്ത്യ ജീവിതമെന്ന് ആർക്കും അറിയാൻ സാധിക്കും. ആധ്യാത്മിക ജീവിതം എവിടെ ആർക്കും അറിയത്തില്ല. അത് പറയാണ്, ഈ ചെറിയ ഗ്രൂപ്പ് വിശുദ്ധരുടെ ഒരു കൂട്ടായ്മയായിരിക്കും. അവശേഷിക്കപ്പെട്ട ഒരു ഭാഗമായിരിക്കും. എന്നാൽ കർത്താവിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ നിയമങ്ങൾ പാലിക്കുന്നവർ. നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെന്ന്. അവിടുത്തെ സ്നേഹിക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കുക. നിങ്ങൾക്കെല്ലാം കാണാതറിയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14-15 പറഞ്ഞിരിക്കുന്നത്. ഇനി പറയാണ്, അവരായിരിക്കും അടുത്ത റിവൈവലിന്റെ മുന്നോടികൾ. അവരെ കണ്ട അവർ കുറച്ചേ കാണും, ഇൻസിഗ്നിഫിക്കന്റ്. എന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ മേലാത്ത വിധം ശക്തരായിരിക്കും, ഇൻഡോമിറ്റബിൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവസ്നേഹം ഉള്ളവരായിരിക്കും. ഇപ്പോൾ ഈ പ്യൂരിഫിക്കേഷൻ, ഈ വിശുദ്ധീകരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് തെരഞ്ഞെടുക്കുകയാണ് ആരൊക്കെയാണ് ഈ തീച്ചൂളയിൽ, ഈ സഹനത്തിൽ അതിജീവിക്കുന്നത് എന്ന് പറയാണ്. ഒരു ചെറിയ അംശമേ കാണും. നമുക്കറിയാം, കർത്താവിന്റെ സഭ ആദ്യം ചെറുതായിട്ട് തുടങ്ങിയത് 12 പേര്. അതിലൊരു കോർ ഗ്രൂപ്പും ഉണ്ടായിരുന്നു, 3 പേര്. നമുക്കറിയാം, പത്രോസ്, യോഹന്നാന്, യാക്കോബ്. ഇനി ഏറ്റവും കർത്താവിനോട് അടുപ്പമുണ്ടായിരുന്ന 3 പേര്. പിന്നെ ചുറ്റും 12 അപ്പസ്തോലന്മാർ അയക്കപ്പെട്ടവർ. പിന്നെ 72 പേര്. പെന്തക്കോസ്തായപ്പോൾ 120.
അപ്പൊ ചെറിയ ഗ്രൂപ്പായിട്ടാണ് സഭ ആരംഭിച്ചത്. ഇന്ന് ഈ കാണുന്ന പോലെ 150 കോടിയോ അല്ലെ 100 കോടിയോ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കോടിക്കണക്കിന് സഭ വളർന്നു നമ്മൾ പറയുന്നു. വലിയ വലിയ കണക്കുകളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. കത്തോലിക്ക സഭ വളർന്നുകൊണ്ടിരിക്കുന്നു, എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സത്യമായി ക്രിസ്ത്യാനികളായി യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? അതാണ് കർത്താവ് ഇവിടെ നോക്കുന്നത്. അവരെയാണ് ഈ അവശേഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ 1 യോഹന്നാൻ അധ്യായം 3-4 മുതൽ വചനങ്ങൾ ഞാൻ വായിച്ചോട്ടെ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. കാർഡിനൽ റാസിംഗർ പറയാണ്, നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ഒരു ചെറിയ സമൂഹമുണ്ടാകും. അതായത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, ഒരു കോംപ്രമൈസും കൂടാതെ. ഇനിയും പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപം ഇല്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതിമാനാകയാൽ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. ഹല്ലേലൂയ. ദൈവ ചൈതന്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ജനിച്ചവരാണെന്ന് പറയുന്നു. ഈ ആത്മാവിന്റെ ചൈതന്യമുണ്ടെങ്കിൽ പാപത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു പരിശുദ്ധ ജീവിതം ജീവിച്ചേ മതിയാവും. നമ്മൾ റോമാക്കാർക്ക് ലേഖനത്തിന്റെ 11 അധ്യായം 4 വചനത്തിൽ കാണുന്നുണ്ടല്ലോ. പൗലോസ്ലീഹ പഴയ നിയമത്തിലെ സംഭവം പറഞ്ഞുകൊണ്ട് അതാ ഏലിയായുടെ കാലത്ത് ആഹാബ് രാജാവ് എപ്രകാരം ക്രിസ്ത്യാനിയിലുള്ള വിശ്വാസികളെ, ദൈവവിശ്വാസികളെ കൊന്നൊടുക്കിയോ, യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നൊടുക്കി, മറ്റുള്ളവരെല്ലാം പലായനം ചെയ്തു. അവസാനം ഏലിയ മാത്രമേ അവശേഷിച്ചുള്ളൂ. അപ്പോൾ ജനങ്ങൾ വന്ന് ചോദിച്ചു, കർത്താവേ, കണ്ടില്ലേ, ദേവാലയങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു, അൽത്താരകൾ പൊളിച്ചു കളഞ്ഞു, വിശുദ്ധിയെല്ലാം പോയി, എവിടെ കർത്താവ് എന്നൊരു ചോദ്യമാണ്. അപ്പോൾ കർത്താവ് കൊടുത്ത ഉത്തരം നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇത് പൗലോസ്ലീഹ ആദിമ നൂറ്റാണ്ടിൽ പറയുണ്ടായി. ആദിമ നൂറ്റാണ്ടിലും ക്രിസ്ത്യാനികൾ സഭയിലേക്ക് ചേർന്നപ്പോൾ നമുക്കറിയാം, മതപീഡനമായിരുന്നു ഒന്നിനു പുറകെ ഒന്നായിട്ട്. ആർക്കും അവരെ വേണ്ടായിരുന്നു, അവരെ വേട്ടയാടുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനിയെ വേട്ടയാടുന്ന ഒരു കാലഘട്ടം ആണേ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏലിയാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, ഞാൻ 7000 പേരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ പൗലോസ്ലീഹ പറഞ്ഞ ശേഷം ഒരു വചനം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അത് നിങ്ങൾ വായിക്കേണ്ടത് റോമ 11:5 പറഞ്ഞിരിക്കുന്നത്, ഒരു അവശിഷ്ട ഭാഗം ഇക്കാലത്തും കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ, ലോകമെങ്ങനെ തലകീഴായി മറിയുമ്പോൾ, തിന്മയ്ക്കെല്ലാം അടിമപ്പെട്ടുകൊണ്ട് എല്ലാം ഒരു വൈദികര് അവരുടെ ഇടയനായിട്ട് പ്രവർത്തിക്കാതെ, ആടുകളുടെ മണമറിയാതെ, ആടുകളിലേക്ക് ശുശ്രൂഷ ചെയ്യാതെ, സ്വയം കാര്യങ്ങൾ നേടിയെടുക്കാനും പണമുണ്ടാക്കാനും, ഞാൻ പറയുന്നില്ല വൈദികരെല്ലാം പണമുണ്ടാക്കി കീശയിലിട്ട് സുഖമായി ജീവിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനിയും മാത്രമല്ല, നമുക്കറിയാമോ, വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതം സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി ഉയർന്ന, അതായത് സന്തോഷ സമാധാനം ഉണ്ടാക്കുന്ന ലൗകിക കാര്യങ്ങളിലാണ്. അൽമേനികളോ വചനം പ്രഘോഷിച്ച് പണമുണ്ടാക്കുന്നു, സ്വത്തുണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന അതാണ് അദ്ദേഹം പറയുണ്ടായത്. അതല്ല സഭ എന്ന് പറയുന്നത് എന്ന് കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്. പിന്നെ എന്താണ്? പാപത്തിന് കീഴ്പ്പെടാത്ത, ബാലിന് തലകുനിക്കാത്തവർ. ബാല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ പാപത്തിന്റെ പ്രതീകമായിരുന്നു. നമുക്കറിയാം, ബാലിന് തലകുനിക്കാതെ 3 ചെറുപ്പക്കാരെ തീയിലേക്ക് ഇട്ടതും അവരെ കർത്താവ് കൂടെ നിന്ന് രക്ഷിച്ചതുമൊക്കെ നമുക്കറിയാവുന്നതാണ്. കർത്താവിനെപ്പറ്റി അപ്രകാരം ജീവിച്ച നമ്മൾ മക്കബായക്കാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വിധവ 7 വിധവയും 7 മക്കളും നിയമം പാലിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ആ നിയമം പാലിക്കാന്ന് പറഞ്ഞാൽ കർക്കശമായിട്ട് ഒരു കഷ്ണം പന്നിയിറച്ചി ഇതാണ് പറഞ്ഞത്. നമ്മൾ അതിനെ ഒരു പന്നിയെ മുഴുവൻ തിന്നേനെ. ഹല്ലേലൂയ.
എങ്ങനെയും ജീവിക്കാനായിട്ട്. അവരോട് പറഞ്ഞെന്താണ്? നിങ്ങൾ പന്നിമാംസം ഭക്ഷിച്ചാൽ നിങ്ങളെ കൊല്ലില്ല. ഇല്ല, ഞങ്ങൾ നിയമം പാലിക്കും. കാരണം നിയമം പാലിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കൂ. നമ്മൾ ഓരോന്നും നോക്കേണ്ടതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും എത്ര വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് പോകുന്നത് നമ്മളെല്ലാം. ഇവിടെയാണ് നമ്മൾ ബാലിന്റെ മുമ്പിൽ, തിന്മയുടെ മുമ്പിൽ മുട്ടുമടക്കി പിശാചിന് വേണ്ടി ജീവിക്കാതിരിക്കേണ്ടത്. ഇന്നത് വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. പറയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്ന് മാത്രമല്ല, പിന്നെയോ പിശാചിനുള്ളവനാണ്. ആരാണ് നീതിമാൻ? ഏതാണ് അനീതിയിൽ ജീവിക്കുന്നത്? ഇതുവഴിയാ തിരിച്ചറിയുന്നത്. ആരാണ് ദൈവത്തിന്റെ മക്കൾ, ആരാണ് പിശാചിന്റെ മക്കളെന്നും ഇതുവഴിയായിട്ട് നമ്മൾ തിരിച്ചറിയുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടുത്തണം. കൃപയിൽ ജീവിക്കുന്നു, കൃപയിൽ ജീവിക്കുന്നു. എന്താണ് ഈ കൃപ എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കണം. അത് കർത്താവായ യേശു സൗജന്യദാനമായി കൊടുക്കുന്നതാണ്. നമ്മുടെ എഫർട്ട് കൊണ്ട് നമ്മൾ മത്സ്യം പിടിച്ചുണ്ടാക്കുന്നതല്ല. കർത്താവിന്റെ മനുഷ്യാവതാരം, ഈ ലോകത്തിലെ ജീവിതം, പ്രത്യേകിച്ച് സഹന ജീവിതം, പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, ഇതുവഴിയായി നേടിത്തന്ന, ഇനി അതോടൊപ്പം വിശുദ്ധരും അതുപോലെ തന്നെ രക്തസാക്ഷികളും ഇന്നുവരെ ആരെല്ലാം ഈ കൃപയിൽ ജീവിച്ചു അവരുടെ എല്ലാവരുടെയും കൃപ ഒന്നിച്ചു ചേർന്ന ആ ചൈതന്യം, അതാണ് കർത്താവ് പറയുന്ന ആ വലിയ കൃപ. ഇതിൽ പങ്കാളിയാകണം നമ്മൾ വായിക്കുന്നുണ്ട്. 2 പത്രോസ് അധ്യായം 1:4. അവിടുത്തെ ദൈവികതയോടുകൂടി ഒന്നായി തീർന്നുകൊണ്ട് ലൗകികായത് കീഴടക്കാനായിട്ടാണ് കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്നത്. അത് ഒരിക്കലും മറക്കരുത്. മക്കളെ ചിന്തിക്കണം, ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. യേശു എന്തിന് ഈ ലോകത്തിലേക്ക് വന്നുവെന്ന് നമ്മൾക്ക് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങുന്ന ഒരു അവസരമാണ്. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. 2 പത്രോസ് 1:4. അപ്പൊ ഈ ദുരാശകളെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ ഈ കൃപയുടെ ജീവിതം മഹത്തായ ജീവിതമാണ്. ഇത് ഒരു അതായത് ട്രഷർ ഹണ്ട് പോലെയാണ് നമ്മുടെ ജീവിതം. അത് സമ്പാദ്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പാദ്യമായിരിക്കണം. നമുക്ക് കർത്താവ് മനോഹരമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായം 7 മുതൽ വചനങ്ങളിൽ ഞാൻ വായിക്കാം. 2 തിമോത്തി അധ്യായം 4 വചനം 7 മുതൽ. ഇതൊരു ശക്തിയാണ്, ഈ ചൈതന്യം. കൃപ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ഈ കൃപയാളുടെ ജീവിതം. സഹനങ്ങളും വേദനയും ഉണ്ടായപ്പോൾ പൗലോസ് പറഞ്ഞില്ലേ, നിന്റെ കൃപ മാത്രം എനിക്ക് മതിയെന്ന്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് 9-ാം വചനം, നിനക്ക് എന്റെ കൃപ മതി. നമുക്ക് ഈ സഹനങ്ങളും വേദനകളും എല്ലാം ഉണ്ടാകുമ്പോൾ കൃപയിൽ ജീവിക്കണം. അതാ തമ്പുരാൻ തരുന്ന ആ കൃപ, അത് നിക്ഷേപമാണ്, ഒരു ട്രഷറാണ്. നോക്കൂ, ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 4:7. പരമമായ ഈ ശക്തി ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിനായി ഇത് മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്ന നിധിയാണ്. ഹല്ലേലൂയ. മൺപാത്രത്തിൽ, അലുമിനിയം പാത്രത്തിലല്ല, ചെമ്പ് പാത്രത്തിലല്ല. ആണെങ്കിൽ മലയാളി അത് പോയി പൂശാൻ നോക്കും, അത് നേരെയാക്കാൻ നോക്കും, റിപ്പയർ ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മൺകലത്തിൽ തന്നിരിക്കുന്ന, പൊട്ടിയാൽ ഒരു പോക്ക. അതുകൊണ്ടാണ് വളരെ കൃപ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഏറെ വിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞു വേണം. ലോകവുമായിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ലൗകികമായ മൂല്യങ്ങളുമായിട്ട് വിട്ടുവീഴ്ച, പാപത്തിന്റെ മൂല്യങ്ങളുമായിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്തൊരു ജീവിതം, അൺകോംപ്രമൈസിംഗ് ലൈഫ്, അത് ഇൻഡോമിറ്റബിളാണ്. അത് ആർക്കും തകർക്കാൻ പറ്റില്ല. നോക്കൂ, അടുത്ത് പറയുന്ന വചനങ്ങൾ, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നുവെങ്കിലും തകർക്കപ്പെടുന്നില്ല, ഈ വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു.
ഞങ്ങളുടെ മറ്റ് ശരീരത്തിൽ യേശുവിന്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇതാണ് ഇടുങ്ങിയ ജീവിതം. ഇതാണ് കുരിശുമെടുത്തുള്ള ജീവിതം. അത് ആ മൺകലത്തിൽ കിട്ടിയിരിക്കുന്ന നിധിയുമായി അത് നിധി അന്വേഷിച്ചു പോകുന്നതിനെപ്പറ്റി കർത്താവ് പഠിപ്പിച്ചുള്ളൂ. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? നിധിയാണ്. അത് പറമ്പിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളതെല്ലാം വിറ്റ പറമ്പ് മേടിക്കുമെന്ന്. പ്രിയമുള്ളവരെ, അത് അപ്രകാരമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരൻ യുവാവിനോട് കർത്താവ് പറഞ്ഞത്, ഉള്ളതെല്ലാം വിറ്റ പാവങ്ങൾക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിയതിന്റെ പിന്നാലെ വരൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെയെല്ലാം ഈ ലോകത്തിൽ നിക്ഷേപം ഉണ്ടാക്കാനും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി രോഗശാന്തി നടത്തുകയും കൺവെൻഷൻ നടത്തുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ രക്ഷയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ. മറ്റേത് അവസരത്തിൽ എന്നതിനേക്കാൾ അധികമായിട്ടും അതുകൊണ്ട് നമുക്ക് അത് നോക്കാം. നമ്മൾ 2 കൊരിന്ത്യർ അധ്യായം 4 അവസാനത്തിൽ പറയുന്നത് പോലെ 16 മുതൽ വചനങ്ങൾ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല പറയാണ്. യേശുക്രിസ്തുവിൽ ആയിരിക്കണമെന്ന് നിരാശപ്പെടുത്തില്ല, സങ്കടപ്പെടുകയില്ല, ഭഗ്നാശരാകില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവ അല്ല, അദൃശ്യമായവയാണ് ഞങ്ങൾക്ക് ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ജീവിതമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം, നിത്യജീവിതം. മരണശേഷമല്ല, ഇവിടെ വെച്ച് തന്നെ യേശുവിനെ സ്വന്തമാക്കിയുള്ള ജീവിതം. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ഈ നിധി, ഈ കൃപ സ്വന്തമാക്കിയിരിക്കുന്നു. 1 യോഹന്നാൻ അധ്യായം 5 വചനം 12. അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും പറഞ്ഞത്, ക്രൂശിക്കപ്പെടുക, യേശുവിനോട് ക്രൂശിക്കപ്പെടുക, ഇടുങ്ങിയ വഴിയിലൂടെ പോവുക, വേദനകളും സങ്കടങ്ങളും ഏറ്റെടുക്കുക, സന്തോഷത്തോടെ, എപ്പോഴും സന്തോഷത്തോടെ എടുക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. കടം വന്നു, വേദന വന്നു, രോഗം വരും, അപ്പോഴൊക്കെ സങ്കടപ്പെടരുത്, ക്ലേശപ്പെടരുത്, മൗനമായിരിക്കരുത്. മ്ലാനതയ്ക്ക് വേണ്ടി ഡോക്ടറിലേക്ക് പോയി മരുന്ന് മേടിക്കേണ്ട. ആ ഉള്ളിലുള്ള യേശുവിനെ അനുഭവിക്കുക, ആ യേശുവിനോട് കൂടി ആയിരിക്കുക. ആ പൗലോസ് പറഞ്ഞ പോലെ നമുക്കറിയാം, ഒരു തീവ്രവാദിയായിരുന്ന സഭയെ മുഴുവൻ നശിപ്പിക്കാൻ നോക്കി, അതിനുവേണ്ടി പ്രവർത്തിച്ച് വീടുതോറും ഇറങ്ങി സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ നേതാവായിരുന്നു സാവൂള്. അവൻ യേശുവിനെ കണ്ടുമുട്ടി. നമുക്കറിയാം അവൻ ആരായി തീർന്നുവെന്ന്. അവൻ പറയുണ്ടായി, ഇനി ഞാനല്ല ജീവിക്കുന്നില്ല, ക്രിസ്തു ജീവിക്കണം. ഇതാണ് നിന്റെയും എന്റെയും ജീവിതമായിരിക്കേണ്ടത്, ആകേണ്ടതും. പ്രിയപ്പെട്ടവർ, അതിലേക്ക് കർത്താവ് ഒരു വലിയ പ്യൂരിഫിക്കേഷൻ, ആ വലിയ വിശുദ്ധീകരണം നടത്തുന്ന ഒരു അവസരമാണിപ്പോൾ. നമുക്ക് ലോക മൂല്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാതെ, പാപത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ, കർത്താവ് നമുക്ക് കൽപ്പനകളിലൂടെ തന്നിരിക്കുന്ന മൂല്യങ്ങൾ അനുസരിച്ച് വിശുദ്ധരായി ജീവിക്കാം, വ്യാപരിക്കാം. നമ്മളിലൂടെ ആയിരിക്കും, അപ്രകാരമുള്ളവരിലൂടെ ആയിരിക്കാം ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. ഞാൻ പലപ്പോഴും പറയുന്നതും, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്വ തിരുനാൾ എന്ന സന്ദേശത്തിൽ പറഞ്ഞതും, നമുക്കങ്ങനെ ഒരു ജീവിതമാണ്. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം വളരെ ചുരുക്കം പേര് മാത്രമേ ഈ വചനത്താൽ മുറിയപ്പെട്ട്, ഈ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കളയേണ്ടത് കളയുള്ളൂ, വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളയുള്ളൂ. അങ്ങനെ ആ മുന്തിരി വിശുദ്ധമായിട്ട് ആ തായ്തടിയിൽ ഒന്നായി നിൽക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞല്ലോ, കൂടുതൽ ഫലം തരുവാനായി എന്റെ മുന്തിരിയെ ഞാൻ വെട്ടി ഒരുക്കുമെന്ന്. കർത്താവ് വെട്ടിയൊരുക്കുന്ന ഒരു കാലഘട്ടം ആണ്. നീ ഒരു കാട്ടുമുന്തിരിയായിരുന്നു, എന്നാ നല്ല മുന്തിരിയായ യേശുവിലേക്ക് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നീ ഒരു ഒട്ടുമാവ് എന്ന് പറഞ്ഞാൽ ഒട്ടി ഇരിക്കണം യേശുവിനോടുകൂടി. കാറ്റ് കോളിലൊക്കെ ഉണ്ടാകും, പക്ഷെ അവിടെ തകർക്കപ്പെടാതെ പൗലോസ് പറഞ്ഞ പോലെ ആ നിധി കാത്ത് സംരക്ഷിച്ചുകൊണ്ട്, അതാ യേശു ക്രിസ്തുവിലുള്ള ജീവിതം ഓരോ നിമിഷവും 24 മണിക്കൂറും പറയാൻ ഇടയാകണം, ഞാൻ എന്റെ യേശുവിലാണ്, യേശുവിനിലാണ്. ഈ ബോധ്യം, ഈ വിശ്വാസം, ഈ സ്നേഹം, അതനുസരിച്ചുള്ള ജീവിതം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. കാർഡിനൽ റാസിംഗർ പറഞ്ഞതുപോലെ നമ്മൾ കാണുകയാണ്, യേശുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഭക്തരുടെ എണ്ണം, വിശ്വാസികളുടെ വിശുദ്ധരുടെ എണ്ണം, ആദ്യകാലത്ത് അവരെ വിശുദ്ധർ എന്നാണ് വിളിക്കപ്പെട്ടത്, കുറഞ്ഞു വരുന്നുണ്ട് എന്ന്.
അത് കുറച്ചുപേരെ കാണും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏറെ പേര് പീഡിപ്പിക്കപ്പെട്ട് നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെടുന്നു. അവശേഷിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുന്നു. നീയും ഞാനും മരിക്കാം. ആ പീഡിപ്പിക്കപ്പെടുന്ന അവശിഷ്ടം തയ്യാറോ? ഈ തിരസ്കരണം, ഈ തകർക്കപ്പെടൽ, അല്ലെങ്കിൽ ഈ അവഗണനകൾ, അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം എല്ലാം അനുഭവിച്ച് ഇടുങ്ങിയ വഴി പോകാമോ? ഈശോ ചോദിക്കുന്നതാണ് ഈ ചോദ്യം. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ധൈര്യവും ശക്തിയും കൃപയും കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഉള്ള ആ 7000 പേരെന്ന് പറഞ്ഞാൽ 7 പറഞ്ഞാൽ ഒരു പൂർണ്ണ നമ്പറാണ്. 7000 ആയിരിക്കാം, 70,000 ആയിരിക്കാം, 7 ലക്ഷമോ 7 കോടിയോ ആകാം. പ്രിയപ്പെട്ടവരെ, ആ ഒരാളായിരിക്കട്ടെ നീയും ഞാൻ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കാരണമുള്ള കർത്താവ്, ഈ നിമിഷം ഈ മക്കളെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ കൊടുത്ത ഈ സന്ദേശം കർത്താവ് എന്റെ സന്ദേശമല്ല, പിന്നീട് മാർപ്പാപ്പ ആയിത്തീർന്ന കാർഡിനൽ റാറ്റ്സിംഗർ പറഞ്ഞതാണ്. ഇത് ഞാൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. കർത്താവ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നത് ഒരു പ്രവചനവും നിറവേറപ്പെടാതെ പോവില്ല. കാര്യമുള്ള കർത്താവ് അദ്ദേഹം ഞങ്ങളുടെ സഭയെ നയിച്ച ഒരു വിശുദ്ധനായ മാർപ്പാപ്പ ആയിരുന്നു എന്നത് സത്യമാണ്. അദ്ദേഹത്തിലൂടെ കർത്താവായി അങ്ങാണ് സംസാരിച്ചത്. ഇപ്പോഴും അത് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവ് അത് ബൈബിൾ തന്നെ സ്ഥിരീകരിച്ചാണ് ഞാൻ ഈ മക്കളോട് പങ്കുവച്ചത്. കാര്യമുള്ള കർത്താവെ, ഇവരെ അനുഗ്രഹിക്കൂ. ഇന്നേറെ വേദനകളിലൂടെ കേരള സഭ, ലോകസഭ മുന്നോട്ട് പോകുന്നത് ഞെരുക്കപ്പെട്ട ഒരു സഭയായി തീർന്നിരിക്കുന്നു. ആരാലും വെറുക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. അതായിത്തീരുവാനുള്ള ആ എളിമ, അതിനുള്ള ഹൃദയവിശുദ്ധി ഇവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് എല്ലാ പരിഗണനകളും കൂടാതെ, യാതൊരു അർഹിക്കുന്നത് പോലും ഗവൺമെന്റുകൾ തരാതെ, കർത്താവെ എല്ലാവരും വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹം, അതിൽ ആഗ്രഹിക്കുകയില്ല ഒരു പക്ഷേ പലരും നിൽക്കുവാൻ. ഈശോയെ, അതിനുള്ള കൃപ കൊടുക്കൂ. എന്തെല്ലാം തിരസ്കരണമുണ്ടായാലും ആ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, അതെ, വാളോ പട്ടിണിയോ അല്ലെങ്കിൽ എന്തുതന്നെ വന്നാലും ദൈവസ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ സാധ്യമല്ല. ഉയരങ്ങളിലോ താഴെയുള്ള ഒരു ശക്തിക്കും എന്നെ മാറ്റാൻ പറ്റില്ല എന്ന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട്, ശരീരമായ രോഗം വന്നാലും തളരുകയില്ല, ഞാൻ വിഷമിക്കില്ല, നിരാശപ്പെടില്ല. എന്റെ സ്വത്തെല്ലാം പോയാലും, എന്റെ കേസിൽ ഞാൻ ജയിച്ചില്ലെങ്കിലും, ഒരു പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല എങ്കിലും, ഇനിയും ഒരു പക്ഷേ ക്രിസ്ത്യാനികൾക്ക് നീതി കിട്ടാത്തൊരു കാലമാണ് ഇപ്പോൾ തന്നെ ഇതായിക്കഴിഞ്ഞു. അതാ അവിടെ യേശുവിനോട് ചേർന്നിരിക്കാൻ കൃപ എന്റെ ഈ മക്കൾക്ക് നൽകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ മുറിയപ്പെട്ട ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഞാനിപ്പോൾ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.